2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഒരു വർഷത്തിൽ ഏറെയായി ബന്ദികളാക്കിയ 19-കാരിയായ ഇസ്രായേലി സൈനികയുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടു. ഹമാസ് സംഘം ഇസ്രായേലിലേക്ക് ഇരച്ചു കയറുമ്പോൾ ഗാസ അതിർത്തിക്കടുത്തുള്ള നഹൽ ഓ സൈനിക താവളത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ നിരീക്ഷണ സൈനികയായ ലിറി അൽബാഗ് ഉണ്ടായിരുന്നു. അവിടെ നടന്ന ആക്രമണത്തിൽ 15 സൈനികർ കൊല്ലപ്പെട്ടപ്പോൾ ലിറിയെയും മറ്റ് 6 പേരെയും ഹമാസ് സംഘം അന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ബന്ദിയായി കഴിയുന്ന അൽബാഗിൻ്റെ തീയതികൾ ഇല്ലാത്ത 3.5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തൻ്റെ മോചനം ഉറപ്പാക്കാൻ ഇസ്രായേൽ ഗവൺമെൻറ്റിനോട് ഹിബ്രു ഭാഷയിൽ ആവശ്യപ്പെടുന്നതാണ് ഈ വീഡിയോയിലുള്ളത്. 450 ദിവസത്തിൽ അധികമായി തന്നെ തടങ്കലിൽ വച്ചിരിക്കുകയായിരുന്നു എന്നും തന്നെയും മറ്റ് ബന്ദികളെയും ഇസ്രായേൽ സർക്കാർ മറന്നുവെന്നും അൽബാഗ് ആ വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. എനിക്ക് 19 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. എൻ്റെ മുഴുവൻ ജീവിതവും എൻ്റെ മുന്നിലുണ്ട്. എന്നാൽ ഇപ്പോൾ എൻ്റെ ജീവിതം താൽക്കാലികമായി എവിടെയോ നിർത്തിവച്ചിരിക്കുന്നു. ഇതാണ് ആ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. ഈ വീഡിയോ പുറത്തു വന്നതോടെ ഞങ്ങളുടെ ഹൃദയത്തെ തന്നെ കീറിമുറിച്ചു എന്നാണ് അൽബാഗിൻ്റെ കുടുംബം ഒരു വീഡിയോ പ്രസ്താവനയിലൂടെ പറഞ്ഞത്. ഇത് ഞങ്ങൾക്കറിയാവുന്ന മകളും സഹോദരിയുമല്ല. അവരുടെ കടുത്ത മാനസിക വിഷമം വ്യക്തമാണെന്നും ആ കുടുംബം പറയുന്നു. ലിറിയുടെ സുരക്ഷിതമായ മോചനം ഉറപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് കുടുംബം അഭ്യർത്ഥിക്കുകയും ചെയ്തു. നിങ്ങളുടെ സ്വന്തം മക്കളെപ്പോലെ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിതെന്നും ആ കുടുംബം പറയുന്നു. ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തിന് കീഴിൽ നെതന്യാഹു അൽബാഗ് കുടുംബത്തോട് പ്രതികരിക്കുകയും തടവുകാരെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ സർക്കാർ അശ്രാന്ത പരിശ്രമം നടത്തുകയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിനെതിരായ ഹമാസിൻ്റെ ആക്രമണത്തിനിടെ 250ഓളം ബന്ദികളെയാണ് ഗാസയിലേക്ക് കൊണ്ടുപോയത്. അവരിൽ 96 പേർ അവശേഷിക്കുന്നുണ്ട്. ഇതിൽ 34 പേർ മരിച്ചതായി ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട്. ഇസ്രായേലും ഹമാസും തമ്മിൽ 1.5 വർഷമായി തുടരുന്ന ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വെടിനിർത്തൽ ചർച്ചകൾ ഖത്തറിൽ വീണ്ടും ആരംഭിക്കുന്നതിൻ്റെ ഇടയിലാണ് ലിറിയുടെ ഈ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത്. വീഡിയോ വന്നതോടെ നെതന്യാഹു കൂടുതൽ പ്രകോപിതൻ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇസ്രായേലികളെ ദ്രോഹിക്കാൻ ധൈര്യപ്പെടുന്നവർ അവരുടെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം വഹിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബന്ദികളെ വെച്ച് വിലപേശാൻ ഹമാസ് ഇറങ്ങിയാൽ ഈ ഭൂമുഖത്ത് നിന്നും ഹമാസ് എന്ന സംഘടന ഇല്ലാതാകുമെന്നും അദ്ദേഹം പറയുന്നു.